എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ്. അതാണ് എൻ്റെ സ്വപ്നവും. ആ സ്വപ്നത്തിനൊരു കൂട്ട്, അതാണ് എനിക്ക് വിവാഹം. അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം. വിവാഹം സ്വപ്നം പോലെ. ശോഭിക വെഡിങ്സ്. മന്ദഗതിയിൽ പുരോഗമിക്കുന്ന മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൂക്കോട്ടുംപാടം അങ്ങാടിയിലെ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത്. പാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ ദുരിതത്തിലായ വ്യാപാരികൾ റോഡിലിറങ്ങി പ്രതിഷേധിക്കുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പൂക്കോട്ടുംപാടം ടൗണിൽ 20 ദിവസത്തിനകം റോഡ് പണി പൂർത്തിയാക്കാമെന്ന ഉറപ്പിന്മേലാണ് വ്യാപാരികളും കെട്ടിട ഉടമകളും സ്ഥാപനങ്ങൾ പൊളിച്ചുകൊടുത്തത്. ഇപ്പോൾ മാസങ്ങളോളമായിട്ടും റോഡ് പണി എങ്ങും എത്തിയിട്ടില്ല. പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പൊടിശല്യവും രൂക്ഷമായിരിക്കുകയാണ്. എല്ലാ ദിവസവും 4 നേരമെങ്കിലും വെള്ളം നനച്ചില്ലെങ്കിൽ അങ്ങാടിയിൽ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും വരാനിരിക്കുന്ന ഉത്സവ സീസണുകളിലാണ് വ്യാപാരികളുടെ പ്രതീക്ഷയെന്നും വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കി റോഡ് പണി വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. നമ്മൾ ഈ പൂക്കോട്ടുംപാട് അങ്ങാടിയിൽ മാസങ്ങളായിട്ട് ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വ്യാപാരികൾ അതുപോലെ തന്നെ ബിൽഡിംഗ് ഓണേഴ്സ് ഒക്കെ വളരെയധികം സഹകരിച്ചുകൊണ്ടാണ് ഈ വർക്കൊക്കെ നടന്നിട്ടുള്ളത്. ഞങ്ങൾ ഇനിയും സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പൂക്കോട്ടുംപാടം ടൗണിലുള്ള വർക്ക് എമർജൻസി ആയി തീർക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് തീർക്കാൻ എന്ന് തുടങ്ങിയ വർക്ക് വളരെ അഴഞ്ഞാണ് നീങ്ങുന്നത്. ഇതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നത് ഞങ്ങൾ വ്യാപാരികൾ മാത്രമാണോ? അല്ല, ഇവിടെ പൊതുജനങ്ങൾക്ക് ഇവിടെ ടൗണിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികള്, മറ്റു സ്ത്രീകള്, കുഞ്ഞുങ്ങള് ഇവിടെ ആശുപത്രിയിലേക്ക് പോകുന്ന ഒക്കെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആംബുലൻസിന് പെട്ടെന്ന് പോകാൻ കഴിയില്ല. അപ്പൊ ഇതൊരു എമർജൻസി ആയി ചെയ്യണം. ഇത് രാവും പകലും ഇരുന്നു കൊണ്ട് പെട്ടെന്ന് ചെയ്യണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഇവിടെ കോൺട്രാക്ടറെ പറ്റി പരിശോധിച്ച് നോക്കുമ്പോഴും ഇത്തരം മോശമായിട്ടുള്ള കോൺട്രാക്ടറെ ഈ പണി ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ബംഗാളികളൊക്കെയാണ് പണിക്കാർ. അത് പോട്ടെ, എന്തേലും ആട്ടെ. പക്ഷെ ഒരു വണ്ടി അത് കേടുവന്നാൽ പെട്ടെന്ന് മാറ്റാനുള്ള കഴിവില്ലാത്തൊരു കോൺട്രാക്ടറാണ് ഇത്തരം ഒരു വലിയൊരു വർക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഇനി ഇവിടുന്ന് അംഗീകരിച്ചു പോകാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഒരു കൊറോണ, പ്രളയം, മറ്റ് കാര്യങ്ങളെല്ലാം നടന്നപ്പോൾ തന്നെ വ്യാപാരികൾ പറ്റാടി പോയ ടൈമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു സീസൺ വരികയാണ്. ഇപ്പോൾ ഈ നോമ്പ് എന്നോട് 6 ഇത് ഇനി ആകെ 10-20 ദിവസമാണ് ഈ നോമ്പിന്റെ കച്ചവടം ഇവിടെ കിട്ടാറുള്ളത്. ആ കച്ചവടം കിട്ടുന്നത് ഇവർ ഈ റോഡ് പണി അനാസ്ഥ നീട്ടിക്കൊണ്ടുപോയാൽ പിന്നെ എങ്ങനെ നടക്കുക? അങ്ങാടിക്ക് ആളിറങ്ങണ്ടേ? ഇപ്പൊ അങ്ങാടിക്ക് ആരും ഇറങ്ങില്ല. ഈ പൊടിപടം വിചാരിച്ചിട്ട് ആൾക്കാർ, പൊതുജനങ്ങൾ പൊതുവെ അങ്ങാടിക്ക് ഇറങ്ങാതെയായി. കാരണം വെച്ചാൽ ഈ പൊടി കൂടുതൽ നീങ്ങടേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാം ഓൺലൈനിലാണ്. ഇപ്പൊ ഓൺലൈനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പൊ ഈ അധികൃതർ ഭാഗത്ത് നിന്നും നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന് കടയിൽ വെക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ ആൾക്കാർ അങ്ങാടിക്ക് വരണ്ടേ? വ്യാപാരി നേതാക്കളായ BS ബാബു, ഷൌക്കത്ത് കുറ്റമ്പാറ, മുഹമ്മദ് കുഞ്ഞി, കെ അബു, യൂനിസ്, ഉണ്ണി, സജീർ, മാലിക്, മുനീർ, റിയാസ് നൌഫൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. Real fruit power, real juices from Dabur.